വെൽക്കം ബാക്ക് ടു ലേണിനോ. KTU BTech സ്റ്റുഡൻസ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മൈനേഴ്സിനെ കുറിച്ച്. സോ എന്താണ് മൈനർ? ഇത് നമ്മൾ മൈനർ കോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് BTech മൈനേഴ്സ് തേർഡ് സെമിസ്റ്റർ മുതലാണ് എടുക്കാനായിട്ട് സാധിക്കുക. സോ ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് കൂടാതെ മറ്റൊരു കോഴ്സിന്റെ സബ്ജക്ട്സും കൂടെ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ഇത് രണ്ട് രീതിയിലാണ് നമുക്ക് ഉപകാരപ്പെടുക. ഒന്ന്, നമുക്ക് ഇപ്പം BTech 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് നമുക്ക് ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ജോബിന് പോകുന്ന സമയത്തും ഇപ്പൊ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ഒരാൾക്ക് മൈനേഴ്സ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏതൊരു ഫീൽഡിലേക്ക് വേണമെങ്കിലും നമുക്ക് ജോബിന് ശ്രമിക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷെ നമ്മൾ അഡീഷണൽ ആയിട്ട്, അതായത് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കുകയും അത് ക്ലിയർ ചെയ്യുകയും ഒക്കെ വേണം. ഓക്കെ, പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് BTech ഇൻ, ഇപ്പൊ ഈസി ആണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് മൈനർ ഇൻ, നമ്മൾ ഏതാണ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരും. അതായത് നമ്മൾ രണ്ട് കോഴ്സുകളിൽ സ്പെഷ്യലൈസ് ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഫൈൻ. അപ്പൊ നമുക്ക് S3 മുതൽക്കാണ് നമ്മൾ ഈ മൈനർ കോഴ്സസ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ടോട്ടൽ നമുക്ക് 20 ക്രെഡിറ്റ്സ് നമ്മൾ ഇതിനകത്ത് നമുക്ക് കിട്ടണം. അതായത് നമ്മൾ സബ്ജക്ട്സ് എടുത്തിട്ട് 20 ക്രെഡിറ്റ്സ് നമുക്ക് കിട്ടണം. അപ്പൊ ഇതിനു വേണ്ടി ഒരു സ്പെഷ്യലിസ്റ്റ് ബാസ്കറ്റ്സ് ഉണ്ടാവും. ബാസ്കറ്റ് ഓഫ് കോഴ്സസ് എന്നാണ് അതിനെ പറയുക. അപ്പൊ അത് ഓരോ സെമിസ്റ്ററിലും നമ്മൾ എടുക്കേണ്ട കോഴ്സുകൾ ഉണ്ടാവും. അത് ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ് മൈനർ ചെയ്യുന്നത്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകാര് അതിന്റെ കോഴ്സസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. കമ്പ്യൂട്ടർ സയൻസിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ ആ ബാസ്കറ്റിൽ നിന്നും ഉള്ള കോഴ്സുകൾ എടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ, ഏത് ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഏത് കോഴ്സിലെ സബ്ജക്ട്സ് വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്ത് നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്ക് ഈ മൈനർ കോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഒരു അഡീഷണൽ എഫേർട്ട് എടുക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ നോർമലി നമ്മൾ കോഴ്സിലെ ഓരോ സെമിസ്റ്ററിലും പഠിക്കുന്ന നമ്മുടെ മെയിൻ ബ്രാഞ്ചിന്റെ സബ്ജക്റ്റുകൾ കൂടാതെ അഡീഷണൽ ആയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു മൈനർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുന്നത് ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ നമ്മുടെ മെയിൻ ബ്രാഞ്ച് എന്താണോ അത് വിത്ത് മൈനർ ഇൻ നമ്മൾ എടുത്ത മൈനർ കോഴ്സ് ആയിരിക്കും. അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് നമ്മൾ 1 by 1 ആയിട്ട് പറയാം. ഓക്കെ, സോ നമുക്ക് തേർഡ് സെമിസ്റ്റർ മുതൽ 8th സെമിസ്റ്റർ വരെയാണ് നമ്മൾ ഈ ഓരോരോ കോഴ്സുകൾ നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു 20 ക്രെഡിറ്റ്സ് വേണം അല്ലെ. ഈ 20 ക്രെഡിറ്റ്സിൽ 12 ക്രെഡിറ്റ്സ് നമ്മളൊരു മിനിമം ഓഫ് 3 കോഴ്സസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കരിക്കുലം അനുസരിച്ച് പറഞ്ഞ ആ ബാസ്കറ്റിൽ നിന്നുള്ള കോഴ്സുകൾ എടുത്തിട്ട് നമ്മൾ ചെയ്യണം. ഈ 12 ക്രെഡിറ്റ്സ് നമ്മൾ അത് വെച്ചിട്ട് വേണം ചെയ്യാൻ. അതേപോലെ തന്നെ ഒരു മിനി പ്രോജക്റ്റും വരും. S7 നമ്മൾ ഒരു മിനി പ്രോജക്റ്റും ചെയ്യണം. ബാക്കിയുള്ള 8 ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ 2 മൂക്സ് എങ്കിലും ചെയ്യണം. ഓക്കെ, അത് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള അക്കാഡമിക് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള മൂക്സും കൂടെ ചെയ്താലേ നമുക്ക് ഈ 8 ക്രെഡിറ്റ്സ് കിട്ടുള്ളൂ. അപ്പൊ അത് ഏതാണ് മൂക്ക് കോഴ്സസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈനറിനുള്ള ക്ലാസ്സുകൾ നമ്മളുടെ റെഗുലർ ക്ലാസ്സിനോടൊപ്പം തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിനു വേണ്ടി എക്സ്ട്രാ ടൈം ഒന്നും ഉണ്ടായിരിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എക്സാം എഴുതുമ്പോൾ ഇതിന് സപ്ലിമെന്ററി എക്സാം ഉണ്ടായിരിക്കില്ല. മൈനർ സബ്ജക്റ്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്യണം. സപ്ലിമെന്ററി എക്സാംസ് ഉണ്ടായിരിക്കില്ല. ഇനി ഇൻ കേസ് നമ്മൾ എടുത്ത കോഴ്സ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു കോഴ്സ് ആണെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മൈനേഴ്സ് കിട്ടില്ല. പക്ഷെ നമ്മൾ മറ്റുള്ള കോഴ്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ ഗ്രേഡ് കാർഡിൽ അത് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ നമുക്ക് മൈനേഴ്സ് കിട്ടില്ല. അപ്പോ ആ കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട്. പക്ഷെ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മൈനർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡിഗ്രിയിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇനി ഞാനൊരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ സപ്പോസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ മൈനർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ബാസ്കറ്റ് വരിക, എങ്ങനെയാണ് സബ്ജക്ട് ചൂസ് ചെയ്യുക എന്നുള്ളതും കൂടെ ഒന്ന് പറയാം.
ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു 3 ബാസ്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ബിടെക് മൈനർ എടുക്കുവാണെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. ബാസ്കറ്റ് 1, ബാസ്കറ്റ് 2, ബാസ്കറ്റ് 3. അതിൽ S3, S4, S5, S6, S7, S8 അതിലുള്ള സബ്ജക്ട്സ് കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കോഴ്സസ് ഷഫിൾ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് കോഴ്സുകളുടെ അതിന് അനുസരിച്ചിട്ടാണ് ഈ അഡ്വാൻസ്ഡ് കോഴ്സുകൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷഫിൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഡിഫറെന്റ് ബാസ്കറ്റ്സിലുള്ള കോഴ്സുകൾ ഷഫിൾ ചെയ്യാൻ പറ്റില്ല. S7, S8 എന്തായാലും മിനി പ്രോജക്റ്റ് ചെയ്യാൻ വേണം. അപ്പൊ ഇത് ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ബാസ്കറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിനും ഇലക്ട്രിക്കലിനും സിവിലിനും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവും. ഓക്കെ, സോ ഇത്രയാണ് മൈനേഴ്സിനെ കുറിച്ച് അറിയേണ്ടത്. സോ ഇനി S3 കയറാൻ പോകുന്ന കുട്ടികൾ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് S3 കയറാൻ പോകുന്ന കുട്ടികൾ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് മൈനേഴ്സ് എടുക്കണോ? അങ്ങനെയാണെങ്കിൽ ഓരോ സെമിസ്റ്റേഴ്സിനും ഏതിൽ മൈനർ എടുക്കണം, അതിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണുള്ളത്, അത് നമുക്ക് പഠിക്കാൻ പറ്റും, അത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നൊക്കെ ആലോചിച്ചിട്ട് കൃത്യമായി തീരുമാനം എടുക്കാം. ഇതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബിടെക് ഹോണേഴ്സിനെ കുറിച്ച്. അത് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.